ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള? അതിൻ്റെ വ്യത്യാസമുണ്ട് സിനിമ, വളരെ ഇൻട്രസ്റ്റിംഗ്. കുടുംബ പ്രേക്ഷകർക്കൊക്കെ സ്വീകരിക്കാൻ പറ്റും, ഇഷ്ടപ്പെടും? പിന്നെ ഉറപ്പായിട്ടും. ഈ മെസ്സേജ് ഉണ്ടോ? മെസ്സേജ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫൺ റൈഡ്, ഒരു ത്രില്ലർ കോമഡി, നല്ല സിനിമ. എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഏത് മൂവിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്? നല്ലായിരുന്നു, ചിരിച്ച് മരിക്കും. കോമഡിയാണ്. നന്നായിട്ടുണ്ട്. പറയും കോമഡി എന്ന് പറഞ്ഞാൽ കിടിലം കോമഡി പടം. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് അങ്ങേ ഏറ്റവും ലൈക്ക് വെർത്താണ് പടം. റിപ്പീറ്റ് വാല്യൂ ഒക്കെ സെക്കൻഡ് ഹാഫാണ് പ്രത്യേകിച്ച്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫ് കിടിലായിട്ടുണ്ട്. ഒരു റിപ്പീറ്റ് വാല്യൂ, കിടിൽ എൻ്റർടൈൻമെൻറ്റ്. ബേസിലായിക്കോട്ടെ, സിദ്ദിഖായിക്കോട്ടെ, ബൈജു ആയിക്കോട്ടെ, ഗ്രേസ് ആൻ്റണി, എല്ലാവരും കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിരി പടം. കൊള്ളാം. സിനിമ കോമഡി ഉണ്ട്, പിന്നെ വലിയൊരു ഇതില്ല. OTT കണ്ടന്റ് ആയിരുന്നു, അത്രേ ഉള്ളൂ. കൊള്ളാം. കോമഡി ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലേ, വേറെ വലുതായിട്ടൊന്നും ഇല്ല. കാണാം, ഫാമിലി ആയിട്ടിരിക്കുക, അല്ല വലിയ ഇതില്ല. നല്ല എൻജോയ്മെൻ്റ് ആണ് കണ്ടിരിക്കാനായിട്ട്. നല്ല സസ്പെൻസും കോമഡിയും കൂടി ചേർത്തിണക്കി സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ആ സാഹചര്യത്തിന് അനുയോജ്യമായ അഭിനയമാണ് എല്ലാവരും. ഭയങ്കര സ്പീഡുണ്ട്. ഇൻ്റർവെൽ ആവണമെന്നൊന്നും അറിയുന്നില്ല. പടം അവസാനിച്ചത് നമ്മൾ അറിഞ്ഞില്ല. അത്ര നല്ല പടമുള്ളത്. വീണ്ടും രണ്ടാമതൊരു പടത്തിന് ഒരു ഇതിനുള്ള സ്കോപ്പോട് കൂടിയിട്ടാണ് ഈ പടം അവസാനിക്കുന്നത്. നല്ല പടം തന്നെ, നല്ല പെർഫോമൻസാണ്. നമ്മൾ അറിയുന്നില്ല പടത്തിൽ ഇങ്ങനെ ഇരിക്കണത്. പെട്ടെന്ന് മൂവായി പോകണം. ഭയങ്കര വേഗത. കോമഡി ഇഷ്ടമാണ്. ഞാൻ ചിരിക്ക് കുറവാണ്, എന്നിരുന്നിട്ട് പോലും നന്നായിട്ട് ചിരിച്ചിട്ടുണ്ട്. ചിരിച്ചു നന്നായിട്ട്. കോമഡി ആയിരുന്നു. അങ്ങ് കണ്ട് ആദ്യം ഒരുമാതിരി തോന്നുമെങ്കിലും പിന്നെ അങ്ങോട്ട് പോകും തോറും സിനിമ സൂപ്പറായിരുന്നു. ബേസിലിൻ്റെ അഭിനയം ഒരു രക്ഷയില്ല, കിട്ടുമായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല കുഴപ്പമില്ല, ഒരു തട്ടിക്കൂട്ട് പടം. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ റൈറ്ററിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം കൂമനും 12th മാനൊക്കെ അതിന് വേണ്ടി എഴുതിയ ഒരാളാണ്. അപ്പം എല്ലാവർക്കും ഒരു സംശയം, അതിൻ്റെ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു, ഇനി എങ്ങാനും ഇത് ക്രൈം അതുപോലെ ആവും. പിന്നെ ജിത്തു ജോസഫ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവർ വരും. പക്ഷേ തീർച്ചയായിട്ടും ഒരു കോമഡി ഫേസിൽ പോകുന്ന ഒരു സിനിമയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഒരു ദിവസം ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അതായത് പാരലലായിട്ട് പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങൾ അവരെല്ലാം കണ്ടുമുട്ടുന്നത്, പിന്നെ അവസാനം അതെങ്ങനെ അൺഫോൾഡ് ചെയ്ത് അവസാനം എങ്ങനെ ചെന്നെത്തുന്നു എന്ന രീതിയിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൊക്കെ അവർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേര് ഒരു കള്ളങ്ങൾ പറയേണ്ടി വരുന്നു, പിന്നെ കള്ളത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, പിന്നെ അതിന് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിയിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്ത് തന്നെ കണ്ടു. കാരണം നമുക്ക് ആ ഒരു ഫുൾ ഒരു കോമഡി ആ ഒരു പേസിലുള്ള ട്രാക്കിലേക്കാണ് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്കും കുറച്ചൊരു ഡൗൺ ആയിപ്പോയി. പിന്നെ അവസാനം ആ ഒരു കോമഡി ട്രാക്ക് തന്നെ ആണോ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കൊരു സംശയമുണ്ടായി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ റൈറ്ററും ഡയറക്ടറും ഇങ്ങനത്തെ ഒരു ക്രൈം ത്രില്ലറൊക്കെ ഒത്തിരി എടുത്ത് എഴുതിയതും സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് ഇനി ക്രൈമിലേക്ക് പോകുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി. കാരണം തീർച്ചയായും ഇനി ചിലപ്പോൾ ഇങ്ങനെ കൊണ്ട് നിർത്തിയ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് ഒരു രണ്ടാം ഭാഗം എനിക്കുള്ള സ്കോപ്പിലേക്കാണ് പോകുന്നതെന്നൊക്കെ തോന്നി. പക്ഷേ വീണ്ടും അതൊരു കോമഡി പേസിലേക്ക് പോയി. പക്ഷേ വീണ്ടും ഒരു സ്കോപ്പ് ഇട്ടിട്ടുണ്ട് ഒരു രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ട്. കാരണം ഈ ഒരു സിനിമയിൽ ആ ബേസിൽ ഒരു കാര്യത്തിൽ അന്വേഷിച്ച് നടക്കുകയാണ്, ആ ഒരു സംഭവം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ. അപ്പോൾ അവസാനം അങ്ങനെയാണ് ഈ സിനിമ ഇങ്ങനെ അവസാനിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തമാശകളൊന്നും ഭയങ്കരമായിട്ടൊന്നും വർക്കായില്ല എനിക്ക് വ്യക്തിപരമായിട്ട്. കുഴപ്പമില്ല, ഒരു ഓൺ ടൈം വാച്ച് നമുക്ക് കണ്ടിരിക്കാം.